ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പെരുന്നാളവധി തുടങ്ങിയിരിക്കുകയാണ്. തലേ ദിവസം ട്രിപ്പ് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. എണീറ്റപ്പോൾ ഏകദേശം ഉച്ച 1 മണി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എണീറ്റപ്പോൾ ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്നതോ മറ്റൊരു സർപ്രൈസും കൊണ്ടാണ്. അതായത് റിയാദിൽ വീണ്ടും പാരഗ്ലൈഡ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പാരഗ്ലൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തന്നെ ഞങ്ങൾ ചാടി പുറപ്പെട്ടു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ജിസ്മോനും പിന്നെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ അളിയൻ, അതായത് സിജോ അളിയൻ, ആളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. എന്നാൽ പകുതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ലൊക്കേഷൻ തെറ്റാണെന്ന്. അങ്ങനെ ഞങ്ങളുടെ പൈലറ്റിനെ തപ്പിപ്പിടിച്ച് അവളുടെ നമ്പർ എടുത്ത് ഞങ്ങൾ അതിൽ വിളിച്ച സമയത്ത് ആളുടെ പുതിയ ലൊക്കേഷൻ ഞങ്ങൾക്ക് തരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ലൊക്കേഷനിലേക്ക് തിരിക്കുകയായി. ലൊക്കേഷൻ ചെന്ന് എത്തിയതോ മറ്റൊരു റെഡ് സാൻഡിലായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അവിടെ പാരഗ്ലൈഡിങ് മാത്രമല്ല, നമ്മുടെ ക്വാഡ് ബൈക്കും പിന്നെ ഒട്ടക സവാരിയും അങ്ങനെ ഒത്തിരി നിരവധി റൈഡുകൾ മറ്റ് വേറെയും ഉണ്ടായിരുന്നു. എന്നാൽ പൊതുവേ എല്ലാവരും റെഡ് സാൻഡിലേക്കാണ് പോവാറ്. എന്നാൽ റെഡ് സാൻഡിൽ സീസൺ ടൈമിനാണെങ്കിൽ ക്വാഡ് ബൈക്കിനൊക്കെ 100 റിയാലോളം പൈസ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ വെറും 40 റിയാൽ മുതലാണ് നമുക്ക് ക്വാഡ് ബൈക്ക് കിട്ടുന്നതെന്ന്. പിന്നെ ഞങ്ങളുടെ പാരഗ്ലൈഡിങ്ങിൻ്റെ പൈലറ്റിനെ വേഗം കാണാൻ ചെന്നു. ആളുമായി സംസാരിച്ചു. സാധാരണ സീസണിൽ ആൾ 200 റിയാൽ മുതലാണ് കൊടുക്കാറ്. എന്നാൽ ഞങ്ങൾക്ക് 150 റിയാലിൽ തരാം എന്ന് ആൾ ഞങ്ങളോട് പറയുകയായി. എന്നാലും ഒരുപാട് നാളത്തെ ആഗ്രഹമായതുകൊണ്ട് ഞാൻ എന്തായാലും കയറുമെന്ന വാശിയിൽ തന്നെയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞാൻ തന്നെ കയറി. അങ്ങനെ കയറിയിട്ടുള്ള ബാക്കി എക്സ്പീരിയൻസ് ഗൈസ് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്.